നമ്മുടെ 2 മീനും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ജസ്റ്റ് ടേസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്ന്. വില്ലേജ് ഫുഡ് കുക്കിംഗ് ചാനലിലെ അടിപൊളി മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്നത്തെ നമുക്ക് സ്പെഷ്യൽ ഒരു വീഡിയോ ആണ്. അപ്പോൾ ആ വീഡിയോയിലേക്ക് നമ്മൾ പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടെ ഒന്ന് പ്രസ് ചെയ്യുക. ആ ബെല്ലൈക്കൺ പ്രസ് ചെയ്താലുള്ള ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്തതായി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് അന്നേരം തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക, അവരെ കൂടെ കൊണ്ടൊക്കെ സബ്സ്ക്രൈബ് ചെയ്യിപ്പിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. നല്ല ചെതമ്പലുള്ള സാധനം. അപ്പോൾ നല്ല വൃത്തിയായിട്ട് നമ്മൾ ഉണ്ട് ചെതമ്പലൊക്കെ ഇങ്ങനെ ചുരണ്ടി കളയണം. ഒരുപാട് ചെതമ്പലുണ്ട്. ഇങ്ങനെ പിച്ചാത്തി വെച്ച് വെറുതെ ചുരണ്ടിയാൽ തന്നെ പോവും. പക്ഷെ നോക്കി നല്ല വൃത്തിയായിട്ട് കളയണം. ഇനി നമുക്കിത് 2-3 വെള്ളത്തിൽ വൃത്തിയായിട്ട് കഴുകിയെടുക്കാം. അപ്പോൾ 2 വെള്ളത്തിൽ നമ്മൾ കഴുകിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതൊന്ന് വരഞ്ഞിട്ട് ഒന്നും കൂടെ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാം. നല്ല ഡീപ്പായിട്ടൊന്ന് വരഞ്ഞു കൊടുക്കാം. ഇനി നമുക്ക് ഒന്നും കൂടെ കഴുകി വൃത്തിയാക്കി എടുക്കാം.
കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്ത് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് റെഡിയാക്കി എടുക്കാം. കാന്താരി മുളക് ഒരു 10-15 എടുത്തിട്ടുണ്ട് നമ്മൾ. അപ്പം കാന്താരി മുളകാണ് ഇതിലെ മെയിൻ സാധനം. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ കുറച്ച് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. നമുക്ക് ആദ്യം ഈ കാന്താരി മുളകും വെളുത്തുള്ളിയും കൂടെ ഒന്ന് ചതച്ചെടുക്കാം. കാന്താരി ചതയ്ക്കുമ്പോൾ ഉള്ളൊരു മണം. കുറച്ച് ഇഞ്ചിയും കൂടി ഇട്ട് കൊടുക്കാം. അതിനകത്തോട്ട് കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ ലേശം ഉപ്പ്, മഞ്ഞൾപ്പൊടി, ഇച്ചിരി കുരുമുളക് തോനെ വേണ്ട, കുറച്ച് മതി. ഇനി നമ്മുടെ സ്പെഷ്യൽ നമ്മൾ ചതച്ച് വെച്ച വെളുത്തുള്ളി, ഇഞ്ചി, കാന്താരി മുളക്, ഇത് ഇത്രയും കൂടെ അതിനകത്തോട്ട് നന്നായിട്ട് മൊത്തം അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. തൈരും കൂടി ഒഴിച്ച് കൊടുക്കാം. നമുക്കിതിനെ ഒന്ന് മിക്സ് ചെയ്യാം. നാരങ്ങ നീരൊക്കെ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റായിരിക്കും ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ. പിഴിഞ്ഞൊഴിച്ചിട്ടുണ്ട്. നമ്മുടെ മിക്സ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കത് ഇതിനകത്തോട്ട് പുരട്ടി കൊടുക്കാം. പുരട്ടാം. അതിൻ്റെ സൈഡിലും കൂടെ ഒരെണ്ണത്തിൽ നമ്മൾ മസാല വരട്ടി നമുക്ക് അടുത്തതിലും കൂടെ പറ്റി കൊടുക്കാം. നമ്മൾ രണ്ടാമത്തേലാണ് മസാല വരട്ടുന്നത്. മസാല ഇത് നമ്മൾ തോനെ മുളക് യൂസ് ചെയ്തിരിക്കുന്നത് പറഞ്ഞാൽ കാന്താരി മുളക്, ഇതൊക്കെ നല്ല നീളൽ വരുന്നത്. നമുക്ക് ഇതിനകത്തും കൂടെ ഇച്ചിരി പുരട്ടി കൊടുക്കാം. അപ്പം നമ്മൾ രണ്ടെണ്ണത്തിലും മസാല പുരട്ടിയിട്ടുണ്ട്. ഇനി നമ്മളിതൊരു അരമണിക്കൂർ, 1 മണിക്കൂർ വെച്ചിരുന്നാലും കുഴപ്പമില്ല. 1/4 മണിക്കൂർ നമ്മളിത് റെസ്റ്റിൽ വെക്കാൻ പോവാം. നമുക്ക് കർപ്പൂരം ഇട്ട് കത്തിച്ചു കൊടുക്കാം. കർപ്പൂരം പെട്ടെന്ന് തീ പിടിക്കും. പിന്നെ നമുക്കൊരു പാൻ വെച്ച് കൊടുക്കാം. ഓയിൽ ഒഴിച്ചു കൊടുക്കാം. നമുക്ക് അരമണിക്കൂർ കഴിഞ്ഞ് നമുക്ക് ഒരെണ്ണം ഇട്ട് കഴിഞ്ഞ് കൊടുക്കാം. അപ്പോൾ ഒരു സൈഡ് റെഡി ആയിട്ട് നമ്മൾ തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ 2 സൈഡും വെന്ത് നമുക്ക് വൃത്തിയായിട്ടുണ്ട്. നമുക്ക് പാത്രത്തിലോട്ട് മാറ്റായത്. അപ്പോൾ നമുക്ക് അടുത്ത മീൻ ഇട്ട് കൊടുക്കാം.
അപ്പോൾ അത് നമ്മൾ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു 10-15 മിനിറ്റ് കഴിയുമ്പോൾ അത് നമുക്ക് എടുക്കാം. അപ്പം നമ്മുടെ അടുത്തതും റെഡി ആയിട്ടുണ്ട്. നമുക്കത് നല്ലൊരു പാത്രത്തിലോട്ട് അപ്പം നമ്മുടെ 2 മീനും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ജസ്റ്റ് ടേസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്ന്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് നമ്മൾ ഏകദേശം ഡെക്കറേറ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് മഴ പെയ്ത്. അപ്പം നമ്മുടെ അവസാനത്തെ ഔട്ട്ഡോർ എടുക്കുന്നത് നമ്മൾ മഴയത്താണ്. അപ്പം ഇതിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ദയവായി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടെ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. ഇതുപോലുള്ള നല്ല വീഡിയോകൾക്കായി ഇനിയും നിങ്ങൾ എൻ്റെ ചാനൽ ഫോളോ ചെയ്യുക. അപ്പം നമുക്ക് ഇതിൻ്റെ ടേസ്റ്റ് എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. അപ്പം മറക്കാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, സുഹൃത്തുക്കൾക്ക് സെൻഡ് ചെയ്ത് കൊടുക്കണം, മാക്സിമം സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് ടേസ്റ്റ് നോക്കാം. അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട്, നല്ല ചൂടുമുണ്ട്. അപ്പം ആ കാന്താരിയുടെ നല്ല സെറ്റപ്പ് ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇത് വീട്ടിൽ ചെയ്തു പോവുക. നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പറഞ്ഞിട്ടല്ലേ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ഒരു ടേസ്റ്റി ബൈ ബൈ. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബൈ. മറക്കല്ലേ സബ്സ്ക്രൈബ് ചെയ്തേക്കുക.